ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ആവാമെന്ന് വിചാരിച്ചിട്ട വീഡിയോ. ഇന്നലെ വൈകുന്നേരം നമ്മൾ വെച്ചിട്ടുള്ള റോസാണ്. അത് നഴ്സറി റോസ് റീപോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. റീപോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിക്കുന്ന നമ്മൾ വീഡിയോ കാണുന്നവർക്കറിയാം. സെയിം മെത്തേഡ് തന്നെയാണ്. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ സൂപ്പർ മീൽ കുറച്ച് ചേർക്കുന്നുള്ളൂ, ചെറിയൊരു പിടി. അതൊക്കെ ഇങ്ങനെ ചാണകം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി, പൊടി. പക്ഷേ ഏറ്റവും ബെറ്റർ അധികം വളമൊന്നും ചേർക്കാതെ റോസ് നടുന്ന കേട്ടോ. പിന്നെ നമുക്ക് 1-2 ആഴ്ച കഴിഞ്ഞിട്ട് വളപ്രയോഗമൊക്കെ നടത്താം. അപ്പോൾ ഞാൻ ഇതിൽ എംസാൻ്റെ കരിങ്കല്ലിൻ്റെ പൊടി സാധാ മണ്ണും മിക്സ് ചെയ്തിട്ട് കുറച്ച് സൂപ്പർ മീലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത്യാവശ്യം ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് തന്നെ ഞാൻ ഈ മണ്ണൊന്നും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. പുതിയ മണ്ണൊക്കെ കണ്ടാൽ അറിയാം. പിന്നെ നമ്മൾ ഈ പ്ലാന്റ് ഇതല്ല, എന്താ പറയുക, ബഡ് ചെയ്തല്ല കേട്ടോ. ബഡ് ചെയ്ത റോസിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ആ ഒരു ഉള്ള മൊട്ട് വിരിയും, പിന്നെ ഉണ്ടാവുന്ന പൂക്കളൊക്കെ ചെറുതേക്കാരം. പിന്നെ ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ പോവാനും മതി. ഇത് കമ്പിൽ നിന്ന് പിടിപ്പിച്ചെടുത്താണ്, കമ്പാണ് ശരിക്കത്. പിന്നെ ഇങ്ങനത്തെ റോസാണ് ഞാൻ വാങ്ങിയത് ഫുള്ളും. ഈ വലിയൊരു പ്ലാന്റിന് 50 രൂപ ആയിട്ടുള്ളൂ. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓരോ ഓഫറിൽ നമ്മളിവിടെ നഴ്സറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കിട്ടിയതാട്ടോ. ഇവിടെ ഉള്ള 2 ഐറ്റം നാടൻ റോസാണിത്. ഒരു പിങ്ക് ചെറിയ ബട്ടൺ റോസ് പോലെ, പിന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു റോസ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.